അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. കസീർ ഇബ്നു കൈസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഡമസ്കസിലെ പള്ളിയിൽ അബൂദർദാ റളിയല്ലാഹു അൻഹു തങ്ങളുടെ അടുക്കൽ ഇരിക്കുകയാണ്. അപ്പോൾ ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട്, ഞാൻ മദീന മുനവ്വറയിൽ നിന്നും ഒരു ഹദീസ് അറിയുന്നതിന് വേണ്ടി മാത്രം വന്നിരിക്കുകയാണ്. താങ്കൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പക്കൽ നിന്ന് കേട്ടതായി ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. അബൂദർദാ റളിയല്ലാഹു അൻഹു ചോദിച്ചു, വേറെ കച്ചവട സംബന്ധമായ ജോലിയൊന്നുമില്ലേ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. അബൂദർദാ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മറ്റു യാതൊരു ഉദ്ദേശവും ഇല്ലേ? അയാൾ പറഞ്ഞു, ഇല്ല, ഹദീസ് അറിയുന്നതിന് വേണ്ടി മാത്രം വന്നതാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കേട്ടിട്ടുണ്ട്, ഒരു മനുഷ്യൻ അറിവ് കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള വഴിയിൽ പ്രവേശിച്ചാൽ അല്ലാഹു തആല അവൻ്റെ സ്വർഗത്തിൻ്റെ വഴി എളുപ്പമാക്കുന്നതാണ്. ഇൽമ് തേടുന്നവനോടുള്ള സന്തോഷം കൊണ്ട് മലക്കുകൾ അവരുടെ ചിറകിനെ അവന് വേണ്ടി വിരിച്ചു കൊടുക്കുന്നതുമാണ്. ആകാശഭൂമികളിൽ താമസിക്കുന്നവരെല്ലാം ഇൽമ് തേടി നടക്കുന്നവന് വേണ്ടി പൊറുക്കലിനെ തേടുന്നതാണ്. വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യങ്ങളും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നതാണ്. ഒരു ആബിദിനേക്കാൾ ആലിമിനുള്ള മഹത്വം നക്ഷത്രങ്ങളെക്കാൾ ചന്ദ്രനുള്ള മഹത്വം പോലെയാണ്. ആലിമീങ്ങൾ നബിമാരുടെ അനന്തരാവകാശികളാണ്. നബിമാർ സ്വർണവും വെള്ളിയും അനന്തരാവകാശമാക്കിയിട്ടില്ല. അവർ അനന്തരാവകാശമാക്കിയിരിക്കുന്നത് അറിവാണ്. ആരെങ്കിലും ആ ഇൽമ് കരസ്ഥമാക്കിയാൽ അവൻ ഏറ്റവും വലിയ സമ്പത്ത് കരസ്ഥമാക്കിയവനായി. അബൂദർദാ റളിയല്ലാഹു അൻഹു അവർകൾ ഫുഖഹാക്കളായ സ്വഹാബാക്കളിൽപ്പെട്ടവരാണ്. സമുദായത്തിലെ വിജ്ഞാനി, ഹക്കീമുൽ ഉമ്മ എന്ന ബഹുമാന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിൻ്റെ കാലത്ത് ഞാനൊരു കച്ചവടക്കാരനായിരുന്നു. ഞാൻ മുസ്ലിമായതിനു ശേഷം കച്ചവടവും ഇബാദത്തും രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാതെ വന്നപ്പോൾ എനിക്കെൻ്റെ കച്ചവടം ഉപേക്ഷിക്കേണ്ടതായി വന്നു. ഇന്ന് പള്ളിയുടെ വാതിലിൽ തന്നെ നിസ്കാരത്തിനൊന്നും യാതൊരു കുഴപ്പവും വരാത്ത വണ്ണം കടയും അതിൽ നിന്നും ദിവസവും 40 തങ്കക്കാശ് ലാഭവും
അത് മുഴുവൻ സ്വതക്ക ചെയ്യാനുള്ള സൗകര്യം കിട്ടിയാലും എൻ്റെ മനസ്സ് അത് ഇഷ്ടപ്പെടുന്നില്ല. ഇത് കേട്ടിട്ട് ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിസ്കാരത്തിനൊന്നും മുടക്കമില്ല, ദിനവും ഇത്രയും വലിയ ലാഭം കിട്ടിയിട്ട് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ സാധിക്കുന്നു, എന്നിട്ട് അപ്രകാരമുള്ള കച്ചവടം ഇഷ്ടപ്പെടാതെ എന്തുകൊണ്ടാണ് നിങ്ങൾ വെറുക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ മുന്നിൽ ഹിസാബ് കൊടുക്കാതെ തരമില്ലല്ലോ. അബൂദർദാ റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറയുമായിരുന്നു, എൻ്റെ നാഥനായ അള്ളാഹുവുമായി കാണുന്നതിനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് മരണം എനിക്ക് പ്രിയങ്കരമാണ്. വിനയത്തിന് വേണ്ടി ദാരിദ്ര്യത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു. പാപങ്ങളെല്ലാം കഴുകപ്പെടുന്നതിന് വേണ്ടി രോഗത്തെ ഞാൻ ആഗ്രഹിക്കുന്നു. മേൽ പറയപ്പെട്ട സംഭവത്തിൽ ഒരു ഹദീസിന് വേണ്ടി ഇത്രയും നീണ്ട യാത്ര ചെയ്ത് ഹദീസ് പഠിക്കുന്നതിന് വേണ്ടി യാത്ര ചെയ്യൽ ഈ മഹാന്മാർക്ക് പ്രയാസമായിരുന്നില്ല. ഓരോരോ ഹദീസ് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി വിദൂര യാത്ര ചെയ്യുക എന്നത് ഈ മഹത്തുക്കൾക്ക് വളരെ എളുപ്പമായിരുന്നു. ശുഅബി റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ ഒരു ഹദീസ് പണ്ഡിതനാണ്. കൂഫയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം. ഒരിക്കൽ അദ്ദേഹം തൻ്റെ ഒരു ശിഷ്യന് ഹദീസ് കേൾപ്പിച്ച ശേഷം, എടുത്തുകൊള്ളൂ, വീട്ടിലിരുന്നു കൊണ്ട് വെറുതെ കിട്ടിപ്പോയി, ഇല്ലെങ്കിൽ ഇതിലും കുറഞ്ഞതിന് വേണ്ടി പരിശുദ്ധ മദീന വരെയും യാത്ര ചെയ്യേണ്ടി വന്നിരുന്നു എന്ന് പറഞ്ഞു. അതായത് ആദ്യകാലത്ത് ഹദീസിൻ്റെ കേന്ദ്രം പരിശുദ്ധ മദീന തന്നെയായിരുന്നു. ഇൽമ് കരസ്ഥമാക്കണമെന്ന് അത്യാശയുള്ള മഹാന്മാർ അതിനുവേണ്ടി ദീർഘയാത്രകൾ ചെയ്തിരുന്നു. സയ്യിദ് ബിനുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ ഒരു താബിയാണ്. അദ്ദേഹം പറയുന്നു, എനിക്ക് ഓരോരോ ഹദീസിന് വേണ്ടിയും ദിനരാത്രങ്ങൾ കാൽനടയായി സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇമാമുകളുടെയെല്ലാം ഇമാമായ ബുഖാരി റളിയല്ലാഹു അൻഹു ഹിജ്റ 194 ശവ്വാലിലാണ് ജനിച്ചത്. 205 അതായത് 11 വയസ്സുള്ളപ്പോൾ ഹദീസ് പഠിക്കാൻ ആരംഭിച്ചു. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു അവരുടെ ഗ്രന്ഥങ്ങളെല്ലാം അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ മനഃപ്പാഠമാക്കി. തൻ്റെ നാട്ടിൽ നിന്നും കിട്ടാൻ സാധിക്കുന്ന ഹദീസുകളെല്ലാം കരസ്ഥമാക്കിയ ശേഷം ഹിജ്റ 216 യാത്ര ആരംഭിച്ചു. പിതാവ് മരണപ്പെട്ടു പോയതുകൊണ്ട് യാത്രയിൽ മാതാവും കൂട്ടത്തിലുണ്ടായിരുന്നു. ബൽഖ്, ബഗ്ദാദ്, മക്കാമു കർമ്മ, ബസറ, കൂഫ, ഷാം, അസ്കലാൻ, ഹിംസ്, ദിമഷ്ക് എന്നീ രാജ്യങ്ങളിലെല്ലാം അദ്ദേഹം പോയി. ഓരോ രാജ്യങ്ങളിൽ നിന്നും കിട്ടാവുന്നത്ര ഹദീസുകൾ ശേഖരിച്ചു. അദ്ദേഹത്തിൻ്റെ താടിയിൽ ഒരു രോമം പോലും മുളക്കാതിരുന്ന അത്രയും ചെറുപ്പകാലത്ത് തന്നെ ഹദീസിൻ്റെ ഉസ്താദായി തീർന്നു. ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് 18 വയസ്സ് പ്രായമുള്ളപ്പോൾ സഹാബാക്കളുടെയും താബികളുടെയും വിധികളും തീരുമാനങ്ങളും ശേഖരിച്ച് ഗ്രന്ഥമാക്കി. ഹാഷിർ റഹ്മത്തുള്ളാഹി അലൈഹിയും അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനും പറയുന്നു, ബുഖാരി ഞങ്ങളോടൊപ്പം ഉസ്താദിൻ്റെ സന്നിധിയിലായിരുന്നപ്പോൾ ഞങ്ങൾ പഠിക്കുന്നതെല്ലാം എഴുതിയെടുത്തിരുന്നു. ബുഖാരി ഒന്നും എഴുതിയിരുന്നില്ല. കുറേ ദിവസങ്ങൾക്ക് ശേഷം താങ്കൾ സമയം വെറുതെ പാഴാക്കി കളയുകയാണല്ലോ എന്ന് ഞങ്ങൾ പറഞ്ഞു. അദ്ദേഹം യാതൊരു മറുപടിയും പറയാതെ മിണ്ടാതിരുന്നു. ഞങ്ങളിങ്ങനെ പല പ്രാവശ്യം പറഞ്ഞപ്പോൾ അദ്ദേഹം, നിങ്ങൾ എന്നെ വിഷമിപ്പിക്കുകയാണല്ലോ, നിങ്ങൾ എന്തൊക്കെയാണ് എഴുതിയത്, കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ എഴുതി ശേഖരിച്ചിരുന്ന 15,000-ൽ കൂടുതൽ ഹദീസും കൊണ്ടുവന്നു. അദ്ദേഹം അത് മുഴുവൻ കാണാതെ പറഞ്ഞു കേൾപ്പിച്ചു. അത് കേട്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ഇത് മഹാന്മാരായ ആളുകൾ ഇൽമിന് കൊടുത്ത പ്രാധാന്യവും അതുപോലെ അതിനുവേണ്ടി സഹിച്ച ത്യാഗങ്ങളും യാത്രകളും നമുക്ക് പഠിക്കാൻ ഉപകരിച്ചിരിക്കും. നമ്മുടെ നാടുകളിൽ തന്നെ ഒരു കാലത്ത് ഈ പാതിര വയലുകൾ ഉണ്ടാവുമായിരുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഇഷ്ടംപോലെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ നെൽകൃഷി കഴിഞ്ഞ ഉടനെ വേനൽക്കാലത്ത് പാടങ്ങളിലും മറ്റും വലിയ കസേരകളും ബെഞ്ചുകളൊക്കെ നിരത്തിയും മറ്റും ഓരോ സ്ഥലത്തുള്ള ഉസ്താദുമാരെ കൊണ്ടുവന്ന് വയത് പറയുകയും
ഓരോ മസലകൾ ആളുകൾ ചോദിച്ച് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതെല്ലാം നമുക്കറിവുള്ളതാണ്. എന്നാൽ ഇക്കാലത്ത് ഇൽമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ വലിയ പ്രാസംഗികന്മാർ എന്ന് വെച്ചാൽ ഓരോ വയതിനും ആയിരങ്ങളും ലക്ഷങ്ങളൊക്കെ പ്രഭാഷണത്തിന് ഫീസായിട്ട് വാങ്ങുന്ന വലിയ വലിയ ഫ്ലെക്സുകളിലും പോസ്റ്ററുകളിലും നിറഞ്ഞിരിക്കുന്ന ഫോട്ടോകളിലുള്ള ഉസ്താദുമാർ പലത് പറയാൻ വന്നാൽ പോലും ആർക്കും അതിനു വേണ്ടി ഉറക്കൊഴിയാനും മറ്റ് സമയമില്ല. അത് നടത്തുന്നവരുടെ ഉദ്ദേശം പോലെ അത് കേൾക്കാൻ വേണ്ടി പോകുന്ന ആളുകൾക്കും അറിയാം വലിയ വലിയ പിരിവും സംഭാവനയൊക്കെ കൊടുക്കേണ്ടി വരുമെന്ന് കരുതിയാണ് ഇത്തരം പരിപാടി സംഘടിപ്പിക്കുന്നത് എന്ന്. അതുകൊണ്ട് അതിനാരും കൂടുതൽ മെനക്കെടാറില്ല. എങ്കിൽ തന്നെയും നമുക്ക് അറിവ് പഠിക്കാൻ ഈ വിവര സാങ്കേതിക വിദ്യ വിപുലമായിരിക്കുന്ന ഈ കാലത്ത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിലൂടെ നമുക്ക് അറിവുകൾ വ്യാപകമായി ലഭിക്കാനുള്ള അവസരങ്ങളുണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഈ ചാനലുകൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് അത്തരമൊരു മഹത്തായ പ്രവർത്തനത്തിൽ പങ്കാളിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.